എന്തായാലും ഈ ഒരു അവസരത്തിലെ ഈ മൂന്ന് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ഫൗണ്ടേഴ്സിനെയും അമ്മപ്പാൾ സാറിനെയും പ്രത്യേകം ഓർക്കുന്നു. അവര് ചെയ്ത വലിയ വലിയ സേവനങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലുള്ള നന്ദി ഞാൻ പ്രത്യേകം അർപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഫൗണ്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എക്സ് സ്റ്റാഫുകളായിട്ടുള്ള എല്ലാവരെയും ഞാൻ കാനറ ബാങ്ക് തൃശ്ശൂർ ബ്രാഞ്ചിന്റെ പേരില്, ഒപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, അവരെയും ഈ കാനറ ബാങ്കിന്റെ 119 ഫൗണ്ടേഴ്സ് ഡേയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഫൗണ്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ ബാങ്കും ഈ ബ്രാഞ്ചും ഇനിയും വളരുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ധന്യമാക്കാമെന്നാണ് കരുതുന്നത്. ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ സ്റ്റാഫുകളായിരുന്ന എല്ലാവരെയും അവരുടെ സേവനം വളരെ വളരെ മഹത്തരമാണെന്നുള്ളത് പ്രത്യേകം ബാങ്ക് തിരിച്ചറിയാണ്, ബ്രാഞ്ച് തിരിച്ചറിയാണ്. നിങ്ങളൊക്കെ വെട്ടിയ വഴിയിലൂടെയാണ് ഇപ്പൊ ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇട്ട തറക്കലിന്റെ മുകളിൽ പണിതിട്ടുള്ള ബ്രാഞ്ചിന്റെ മുകളിലാണ് ഇപ്പൊ ഞങ്ങൾ നടക്കുന്നത് എന്ന് ഓർക്കുന്നു. നിങ്ങളുടെ സേവനത്തിനും നിങ്ങൾ അന്ന് ചെയ്തത് കൊടുത്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി എടുത്ത് പറയുകയാണ്. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് ബാങ്കിനെ നിലനിർത്തുന്നത്. അവരോടുള്ള ഒരു പ്രത്യേക നന്ദി. നമ്മൾ ഈ വരുന്ന സമയത്ത് ഇവിടെ ഏകദേശം ഒരു 267 കോടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 340, ഏകദേശം 80ഓളം കോടി ഈ 2 വർഷത്തിനിടയിൽ തന്നെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതെല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉള്ള സ്റ്റാഫുകളെയും കൂടി ഞാൻ ഈ അവസരത്തിൽ പിന്നെ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി കാനറ ബാങ്ക് പാറമേക്കാവ് ബ്രാഞ്ചിന്റെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ഒപ്പം ഒരു ഒരു മിനിറ്റ് ഞങ്ങളിപ്പോ ക്യാമറമാര് പറയണത് ചെയ്യാണ് പോയില്ല. മോളില് ഫേസ്ബുക്കിലാണ് ശരിക്കും സാറാ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് എത്തി. ഒന്നും ചെയ്യണ്ട സാർ, ഒരു മിനിറ്റ് ഒന്ന് നോക്കുക. ഒരു തിരി കൂടി ഉണ്ട് സാർ. പുഷ്പാർച്ചന
ഇതിനകത്ത് വീഡിയോ ആയിട്ട് എടുക്കുക. ഫോട്ടോ എടുക്കുക. ഞാൻ പൈസ എന്താണ് വരുന്നില്ലേ? എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റും. പിന്നെ ഘട്ടത്തിൽ ഇതല്ല സോ ഈ ബാങ്കിന്റെ കാര്യങ്ങളെ കുറിച്ചും ബാങ്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളും മറ്റുണ്ടെങ്കിൽ പറയണം, അറിയിക്കണം. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 വാക്ക് പിന്നെ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. ഒരു സർ പ്രിയമുള്ള കനറ ബാങ്കിലെ സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സിൻജിയൻസ് ആയിട്ടുള്ള ഞങ്ങളുടെ റിട്ടയറീസ് ഫ്രണ്ട്സ്, എൻ്റെ ഓർമ്മകൾ പാലപ്പൂ മണമുള്ള രാവുകളിലേക്ക് പോവുകയാണ്. കാരണം ഞങ്ങൾ 8 മണി തൊട്ട് 8 മണി വരെ ഈ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന രത്നകുമാരി ഇവിടെ ഉണ്ട്, അറിയാം. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനിവിടെ CM ആയിട്ട് ബ്രാഞ്ച് ഹെഡായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്ക് എൻ്റെ മനസ്സ് പോവുകയാണ്. അപ്പോൾ അന്ന് 8 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും അന്ന് ക്ലിയറിങ്ങിൻ്റെ ചെക്ക്, റിട്ടേൺ ചെക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വന്ന് കാലിയാക്കാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് ഇവിടെ ഇപ്പം പാല അവിടെ കൂത്തു നിൽക്കുന്നു. പാറമേക്കാവിൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള ഏഴിലം പാല അത് പൂത്ത് മണം പരന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. കാരണം അപ്പോൾ കനറ ബാങ്കിൻ്റെ ഈ ഫൗണ്ടറുടെ ഈ ജന്മദിനമാണ് ഇത് ഫൗണ്ടേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവാണ്. കാരണം 1906 ജൂലൈ 6-നാണ് കനറ ബാങ്ക് സ്ഥാപിതമായത് എന്ന് എനിക്കറിയാം. 1925-ലാണ് ഞങ്ങളുടെ സിൻഡിക്കേറ്റ് ബാങ്ക്, ഇതിലൊരു ഭാഗമായിട്ടുള്ള സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ജന്മം. അപ്പോൾ തീർച്ചയായിട്ടും ഈ നവംബർ 19 എന്നുള്ളൊരു പുതിയ അറിവാണ്. ഏതായാലും അത് ആ അറിവ് പ്രദാനം ചെയ്തതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ആ ഒരു വിഷണറീസ്, ആ ഫോർഫാദേഴ്സ് ചെയ്തു വെച്ചിട്ടുള്ള ആ സുഹൃതം, അതിൻ്റെ ആ സുഹൃതമാണ് നമ്മളിലേക്കൊക്കെ പടർന്നിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. കാരണം 1906-ലും 1925-ലൊക്കെ ആ വിഷണറീസ് കനറ ബാങ്കും സിൻഡിക്കേറ്റ് ബാങ്കും ഒക്കെ സ്ഥാപിച്ചപ്പോൾ, അപ്പോൾ അതൊരു ഇന്ത്യ ചരിത്രത്തിലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു വിപ്ലവമായിരുന്നു എന്ന് പറയുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം
നോർത്ത് കർണാടകയിൽ മാത്രമല്ല ഇന്ത്യയിലാകമാനം ഒരുപാട് മുൻഗണനാ വിഭാഗങ്ങൾ കൃഷിക്കാർക്കും അതുപോലെ ചെറുകിട തൊഴിലാളികൾക്കൊക്കെ അവസരമായിട്ടുള്ള പിക്നി സ്കീം സ്ഥാപിച്ചത് ഇതിലുണ്ടായിരുന്ന സിൻഡിക്കേറ്റ് ബാങ്കുകളിലൂടെ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആയിരുന്നു. അപ്പോൾ ചെറുകിട നാമമാത്ര ചെറുകിടക്കാർക്ക് വേണ്ടിയിട്ട് ലഘു സമ്പാദ്യ പദ്ധതിയായിട്ടുള്ള പിക്മി, അത് പിന്നെ എല്ലാവരും പിക്മി എന്ന പേരിൽ തന്നെ വളരെ പ്രസിദ്ധമായി അല്ലേ, പിക്മി എന്ന സ്കീം സ്ഥാപിച്ച സിൻഡിക്കേറ്റ് ബാങ്കാണ്. അതോടൊപ്പം തന്നെ 1950-കളിലാണെന്ന് എനിക്ക് അതിന്റെ ഓർമ്മ. ആദ്യമായിട്ട് കാർഷിക വായ്പാ പദ്ധതി ഇന്ത്യയിൽ നടത്താൻ എല്ലാ ബാങ്കുകളും പൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കുന്ന കാർഷിക വായ്പാ പദ്ധതി ഒരു സ്കീമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മളുടെ ഒരാളായിട്ടുള്ള സിൻഡിക്കേറ്റ് ബാങ്ക് ആയിരുന്നു എന്നുള്ളതും ഞാൻ ഓർക്കുകയാണ്. അപ്പോ നമ്മുടെ ഇന്ത്യയിലെ കാർഷിക അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗത്തിന്റെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴിമരുന്നിട്ട 2 ബാങ്കുകളായിരുന്നു കാനറ ബാങ്കും സിൻഡിക്കേറ്റ് ബാങ്ക്. അപ്പൊ ഞങ്ങളുടെ സ്ഥാപിത ആൾക്കാരെ കൂടി നിങ്ങൾ സ്മരിച്ചതിനെ നന്ദി പറയുകയാണ്. കാരണം ഇപ്പോൾ മെർജ് ചെയ്ത ബാങ്കിനെ പറ്റി വിസ്മരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം മെർജ് ചെയ്ത് കഴിഞ്ഞില്ല, പിന്നെ അവരെ പറ്റി ആലോചിക്കുന്ന കാര്യമില്ലാന്ന് ആലോചിക്കുന്ന ബാങ്കുകളും മേധാവികളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഇവിടുത്തെ ആ സ്റ്റാഫ് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ഫൗണ്ടേഷനെ കൂടി ഓർമ്മിച്ചതിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 1969 ജൂലൈ 19 എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇത് 19ആണ്. അതുകൊണ്ടാണ് ഞാൻ അതും പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിച്ച 19 ബാങ്ക് നാഷണലൈസേഷൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കാനറയും സിൻഡിക്കേറ്റും എല്ലാം ഇന്ത്യയിലാകമാനം എന്റെ ഓർമ്മകള് 1997 ആ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. യുപിയിലെ ഒരു കുഗ്രാമത്തില്, അതിന്റെ പേര് ബാവലി എന്നാണ്. ആ ഗ്രാമത്തില് ബ്രാഞ്ച് മാനേജറായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം, പക്ഷെ ചിലർക്ക് അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ ആകമാനം ഗ്രാമാന്തരങ്ങളില് ശാഖകൾ തുറക്കപ്പെടാനായിട്ട് വഴിമരുന്നിട്ടൊരു സ്കീമായിരുന്നു 1969 തന്നെ ലീഡ് ബാങ്ക് സ്കീം. 1969 തന്നെ സ്ഥാപിതമായ ലീഡ് ബാങ്ക് സ്കീം പ്രകാരമാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെല്ലാം ദത്തെടുത്തെന്ന് പറഞ്ഞാല് അവികസിതമായ, നിങ്ങളിപ്പോ മറ്റുള്ള ബാങ്കുകള് ബിസിനസ് കൂടിയപ്പോൾ ഓടി വന്ന ലക്ഷദ്വീപില് 10-12 ബ്രാഞ്ച് സിൻഡിക്കേറ്റ് ബാങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ യുപിയിലെ മധുരയും അതുപോലെ തന്നെ മീററ്റും 2 ലീഡ് ഡിസ്ട്രിക്റ്റുകളായിരുന്നു സിൻഡിക്കേറ്റ് ബാങ്കിന്റെ. എത്രമാത്രം അവികസിതമായിരുന്നു യുപി എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആകമാനം ഗ്രാമീണ മേഖലയിൽ ആരും ബാങ്കിങ് നമുക്ക് അറിയാത്ത, ബാങ്കിങ് കടന്നു ചെല്ലാത്ത ആ ഗ്രാമീണ മേഖലയിലേക്ക് ലീഡ് ബാങ്ക് സ്കീം പ്രകാരം കാനറ ബാങ്കും സിൻഡിക്കേറ്റ് ബാങ്കും ഒക്കെ അന്ന് ശാഖകൾ തുറന്ന് അവിടുത്തെ ലീഡ് ബാങ്കായി മാറി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വർക്ക് ചെയ്തതിന്റെ അടുത്ത് നമ്മുടെ കണ്ണൂരിനേക്കാൾ കൂടുതൽ ബ്രാഞ്ച് ആ യുപി ആ ഏരിയയിൽ മീററ്റ് റീജിയനിൽ മീററ്റ് ഡിസ്ട്രിക്റ്റിൽ 60ഓളം ബ്രാഞ്ച് ഉണ്ട് സിൻഡിക്കേറ്റ് ബാങ്ക്. അപ്പോൾ അതായിരുന്നു അന്നത്തെ അവസ്ഥ. അതെല്ലാം മറന്നുകൊണ്ട് പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട കുറെ വെള്ളാനകളാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് ഇപ്പൊ പുതിയ രംഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം നമ്മൾ തുടങ്ങി വെച്ച എന്ന് പറയാൻ യാതൊരു സംശയവും വേണ്ട, അതായിരുന്നു എന്ന് ഓർപ്പിക്കാൻ കൂടി ഈ ഫൗണ്ടേഷന്റെ കാനറ ബാങ്ക് നമുക്കെല്ലാം അറിയാവുന്ന സിൻഡിക്കേറ്റ് ബാങ്ക് കൂടി ഇതിന്റെ ഭാഗമായതോട് കൂടിയിട്ട് 14 അടുക്കുന്ന ബ്രാഞ്ചുകളോട് കൂടിയിട്ട് 24 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായിട്ട് ഇപ്പോൾ കാനറ ബാങ്ക് ഏറ്റവും വലിയൊരു ബാങ്കായിട്ട് മുന്നേറുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രയത്നം കൂടി അതിന്റെ പുറകെ ഉണ്ടെന്നുള്ളത് ഓർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാനറ ബാങ്കിന്റെ ഞാനിവിടെ 3 കൊല്ലത്തോളം ഇവിടെ ബ്രാഞ്ച് ഹെഡായിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്നെ അറിയാവുന്ന കസ്റ്റമേഴ്സ് കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. രാജനും രത്നകുമാരിയും ഒക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഇവിടെ ഉണ്ട്. എല്ലാവർക്കും സന്തോഷം നേർന്നുകൊണ്ട്, സൗഖ്യം നേർന്നുകൊണ്ട്, ആരോഗ്യം നേർന്നുകൊണ്ട് ഇനിയുള്ള ഈ കുടുംബജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്നുള്ളതുകൊണ്ട് കാനറ ബാങ്കിന് ഈ ശാഖയുടെ ബിസിനസ് ഞങ്ങളെല്ലാവരും ബിസിനസ് കൂട്ടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് കഴിയാവുന്നതൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയും ഉത്തരോത്തരം ഈ ബ്രാഞ്ചിന്റെ ബിസിനസ് മേലേക്ക് വരട്ടെ, പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഫൗണ്ടേഷൻസിലേക്ക് എല്ലാവിധ ആശംസകളും.
ഞാൻ ആരും പ്രത്യേകം പേരെടുത്ത് വിളിക്കുന്നില്ല. ഇവിടുന്ന് പോയി കഴിയുമ്പോൾ തോന്നുന്നു എനിക്കത് പറയാമായിരുന്നു, അല്ലേ? എനിക്ക് എന്തെങ്കിലും ഓർമ്മകൾ പറയാമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ഞാൻ 1977 ബാങ്കിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ഇവിടെ ആളുകൾ ആവശ്യമുള്ള എന്നോട് അവർ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് പ്രൊമോഷനായി പല സ്ഥലങ്ങളിലും നമ്മൾ പോയി. ആ വീട്ടിൽ നമുക്ക് ചാൻസ് കിട്ടി. അങ്ങനെ 2 കൊല്ലം അവിടെ കഴിഞ്ഞു. പിന്നെ UK ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്തായാലും